അപ്പോൾ നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള ക്രഞ്ചീസ് ഫ്രൈഡ് ചിക്കനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ചിക്കൻ ബക്കറ്റിന് വേണ്ടി കുറച്ച് ചിക്കൻ ഫ്രൈഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബർഗർ നമുക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സുപ്രീം ബർഗറും 2 ചിക്കൻ ബർഗറുമാണ്. അപ്പോൾ ഇത് നമ്മുടെ KFC അല്ലെങ്കിൽ ചിക്കിങ് ഒക്കെ പോലെ തന്നെ അതിനോട് കിടപിടിക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വൈസ് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ഇവർ മേക്കിങ്ങും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്, ഹൈജീനിക് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം ഡിപ്പ് ചെയ്ത് പിന്നെ പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ KFCയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ രീതിയിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ ടൈമിങ്ങും അതിനൊക്കെ വേണ്ടി അലാറം സംഭവങ്ങളൊക്കെ എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം അതനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ബർഗറിന് വേണ്ടിയുള്ള പാറ്റിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് സോൾട്ടൊക്കെ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബർഗറിന് വേണ്ടിയുള്ള ബണ്ണൊക്കെ റെഡിയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ മയോണീസും അതുപോലെ ഗാർലിക് മയോയും മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ലെറ്റ്യൂസും പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ ബർഗറിന് വേണ്ടിയുള്ള പാറ്റി, ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഫ്രൈ ചെയ്തെടുത്ത പാറ്റിയും അതുപോലെ കുറച്ച് ചീസും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാനായിക്കോട്ടെ പാഴ്സലായിക്കോട്ടെ അവർ പെർഫെക്റ്റായിട്ട് റാപ്പ് ചെയ്താണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സുപ്രീം ബർഗറാണ്. സുപ്രീം ബർഗറിനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മുടെ മയോണീസും അതുപോലെ ഗാർലിക് മയോയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സെർവ് ചെയ്യുമ്പോൾ കോൾസ്ലോയും പിന്നെ അതുപോലെ മയോണീസും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് എല്ലായിടത്തുള്ള പോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സുപ്രീം ബർഗറിന് ചിക്കൻ ഫ്രൈ ആണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചോടുകൂടി നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ നമ്മുടെ റാപ്പിംഗ് സെറ്റപ്പായിട്ട് റാപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഡർ സെറ്റായിട്ട് നമ്മുടെ ടേബിളിലേക്ക് സാധനം എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. സംഭവം നമുക്കൊന്നേ കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടിക്കാല്ലേ? ടേസ്റ്റ് വൈസ് പക്കയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണ KFCന്ന് അല്ലെങ്കിൽ ചിക്കിങ്ങിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സംഭവം ക്വാണ്ടിറ്റിയും അത്യാവശ്യം വലിയ പീസൊക്കെയാണ്, ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു എമൗണ്ടിൽ ഓർഡർ ചെയ്തിട്ട് ഇത്രയും സാധനം നമുക്കിവിടെ കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ബർഗർ തുറക്കാം. ചിക്കൻ ബർഗർ പറയട്ടെ. ഇതാണ് നമ്മുടെ ചിക്കൻ ബർഗർ. കഴിച്ചു നോക്കട്ടെ സംഭവം. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം നല്ല ക്രഞ്ചിയാണ് അതിൻ്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും. പിന്നെ ഇത് ഉണ്ടാക്കണത് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അത് കൊള്ളാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു? സുപ്രീം നമ്മൾ മുറിച്ച് വെച്ചതാണോ ഉള്ളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇതിന് നമ്മൾ ഓൾറെഡി ചിക്കൻ പീസ് കഴിച്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലേവർ തന്നെ. ഇവിടെ ലെറ്റ്യൂസും അതിൻ്റെ മയോണീസും സംഭവങ്ങളെല്ലാം ആയിട്ട് സാധനം പക്കയാണ്. രണ്ടും സംഭവങ്ങൾ നമ്മളിവിടെ കഴിച്ചാണ്. സംഭവങ്ങളൊന്നും ഒരു കുറ്റം പറയാനില്ല, എല്ലാം നൈസാണ്. ഇവിടെ പലതരത്തിലുള്ള ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. ഇത് വെനസ്ഡേ ഓഫറാണിത്. ഇനി തേഴ്സ്ഡേ ഓഫർ വരുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസം പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ ക്രഞ്ചീസ് ആണ്, ന്യൂ ബ്രാൻഡ് ഫ്രൈഡ് ചിക്കനിൽ വരുന്ന ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ നമുക്കിത് നമ്മുടെ ഒരു ഫുഡ് കോർട്ട് ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ മിനി ഫുഡ് കോർട്ടാണിത്. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വീക്കെൻഡിലൊക്കെ നല്ല വൈബ് വരുന്ന ഒരു സ്ട്രീറ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും വരിക. നല്ല രീതിയിലുള്ള ഫ്രൈഡ് ചിക്കൻ ബർഗേഴ്സ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്ന ഐറ്റത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഹോം ഡെലിവറിക്കുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് 5 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഫ്രീ ഹോം ഡെലിവറിയാണ്. അതുപോലെ ഇതൊരു മിനി ഫുഡ് കോർട്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് ഒരു 6ഓളം ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ച് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുണ്ടന്നൂർ ജംഗ്ഷനിലാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റിൽ നിന്ന് വരുമ്പോൾ കുണ്ടന്നൂർ ഓവർ ബ്രിഡ്ജ് കയറാതെ ലെഫ്റ്റ് സൈഡിൽ കൂടി വന്ന് ആ ജംഗ്ഷൻ കഴിയുമ്പോൾ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഉള്ളത്. ഷോപ്പ് മീൻസ് ഈ ഒരു ഫുഡ് കോർട്ട് ഉള്ളത്. 6ഓളം ഷോപ്പുകളുണ്ട്, പല ഐറ്റംസ് ഉണ്ട്. ഒന്നും കൂടി കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ
കുണ്ടന്നൂർ ഓവർബ്രിഡ്ജിൻ്റെ സൈഡിൽ നമ്മുടെ ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്താണ് ഈ ഷോപ്പ്, ഈ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും വലിയ ലാൻഡ് മാർക്കിന് പറയാനില്ല, ക്രൗൺ പ്ലാസയുടെ തൊട്ടടുത്താണ്. ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലോട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ചു നോക്കുക. ഒരു വെറൈറ്റി സെറ്റപ്പ് തന്നെയാണ് ഈ സ്ഥലം. ये भाई के चैनल को पूरा आदमी सब्सक्राइब करो, बहुत अच्छा आदमी है. इधर आओ, पूरा आदमी बर्गर खाओ, गुड टेस्टी. ഇവിടെ ഒന്ന് വന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ.